ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് ദൈവം നിങ്ങളുടെ മുന്നിൽ ഇറങ്ങി വരുന്ന ഒരനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസം, അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാക്കി ഇന്നത്തെ ഈ എപ്പിസോഡ് മാറ്റട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം കർത്താവിനെ കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയും ശക്തിയെ പുതുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളെയും, ഇന്നത്തെ മാത്രമല്ല നാളത്തെയും ഒക്കെ എപ്പിസോഡുകളിൽ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപകൾ ഓരോ വ്യക്തിയും അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സാമ്പത്തിക സഹായികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പ്രൈം സ്പോൺസർ മേരി മാത്യു പാലാലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ കൊച്ചുമകൻ ജോഷുവ കോശിയുടെ 18ാമത്തെ ജന്മദിനമാണല്ലോ. ദൈവഹിത പ്രകാരമുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനായി സഹായിക്കണമേ. ആത്മീയമായി വളരുവാനും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദം എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം ആ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് 2019 മെയ് 1-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. റവറൻഡ് ജോൺസൺ വി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484 422 101. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ കട്ടപ്പനയിൽ ഏപ്രിൽ 5 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുകയും. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ, ടൗൺ ഹാൾ, കട്ടപ്പന. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ പുനലൂരിൽ ഏപ്രിൽ 6 ശനിയാഴ്ച ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കും കടന്നുവരാം. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ പുനലൂർ, രാജാരോഹിണി ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്. ഏപ്രിൽ 6 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക. ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ, ജീവിത വിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും, സ്വന്തം ജീവിത ലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ, സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ, തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിത കഥകൾ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹളം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക. കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. വില 200 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 150. www.amazon.in എന്ന വെബ്സൈറ്റിലൂടെയോ www.blessingtodayshop.com എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായും ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ദൈവിക ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസ്: ദ മാസ്റ്റർ മിനിസ്ട്രീസ് ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, ഇടപ്പള്ളി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 11-840-100-301-247. IFSC FDRL 0001184. സ്വിഫ്റ്റ് കോഡ് FDRL LIN BBIBD. എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ വിളിക്കുക 0484 422 100. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ.
He comes to upset the human agendas and human order. മാനുഷികമായ ക്രമത്തെയും മാനുഷികമായ അജണ്ടകളെയും തകിടം മറിക്കുവാൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. The Holy Spirit is not at all human. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനല്ല. He is bringing the heavenly order into the earthly system. മനുഷ്യന്റെ അല്ലെങ്കിൽ ഭൂമിയിലെ വ്യവസ്ഥയിലേക്ക് സ്വർഗീയമായ വ്യവസ്ഥ കൊണ്ടുവരുന്നവനാണ് പരിശുദ്ധാത്മാവ്. What is the heavenly order? എന്താണ് സ്വർഗീയമായ ക്രമം? In heaven there is an order. സ്വർഗത്തിലൊരു ക്രമമുണ്ട്. Isaiah chapter 6 you can see a glimpse of heavenly worship. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ സ്വർഗീയമായ ആരാധനയുടെ ഒരു ചുരുക്കരൂപം കാണാം. God the Father, the Lord Almighty is seated on a high and lofty throne. പിതാവാം ദൈവം, അത്യുന്നതനായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. And his glory is flowing from him everywhere. തന്നിൽ നിന്നും തന്റെ മഹത്വം എല്ലായിടത്തേക്കും പകർന്നുകൊണ്ടിരിക്കുന്നു. A group of angels called seraphim, they are worshiping the Lord day and night, shouting and screaming. ഇതാ സാറാഫുകൾ എന്നറിയപ്പെടുന്ന ദൂതഗണം അത്യുച്ചത്തിൽ രാവും പകലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. I couldn't see a cathedral set up there. അവിടെ നമ്മൾ പറയുന്ന പോലുള്ള ഒരു കാത്തീഡ്രൽ പരിപാടി അവിടെ ഞാൻ കാണുന്നില്ല. Angels of God are not silent. ദൈവമോ ദൂതന്മാരോ അവിടെ നിശബ്ദരല്ല. Seraphim, they are calling out to each other. ഒരു സറാഫ് മറ്റേ സറാഫിനോട് വിളിച്ചു പറയുകയാണ്, Holy, holy, holy is the Lord Almighty. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ. They are screaming out. അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്. Very noisy. വളരെ ബഹളം നിറഞ്ഞൊരു സ്ഥലം. That is heaven. അതാണ് സ്വർഗം. Don't think that the heaven is silent. സ്വർഗം നിശബ്ദമാണെന്ന് ആരും ചിന്തിക്കരുത്. There is no funeral service in heaven. സ്വർഗത്തിൽ ശവമടക്ക് പരിപാടിയില്ല. Everybody there is very lively. അവിടെയുള്ളവരെല്ലാവരും ഊർജ്ജസ്വലരാണ്. The source of life is sitting on the throne. കാരണം ജീവന്റെ ഉറവിടമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ചില ആളുകൾ ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് വന്നിട്ട് എൻ്റെ കർത്ത എന്തോ ഒച്ചപ്പ, ഇത് ദൈവം പൊട്ടനാണ്, ഇത്ര ഒച്ച എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? ഇത്ര ഒച്ച പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ദൈവം പൊട്ടനാണോ? ദൈവത്തിന് കാത് കേട്ടൂടെ? ശാന്തമായി പ്രാർത്ഥിച്ചപ്പോൾ. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, സിസ്റ്ററെ, ബ്രദറെ, സ്വർഗം വരെ ഒന്ന് പോയിട്ടു അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്ക്. കർത്താവ് തൊട്ടടുത്തായിരിക്കുന്നത്, സിംഹാസനത്തിന്റെ ചുറ്റും നിന്ന് ഈ തകർക്കുന്നത്. എന്താ തകർക്കുന്നത്? പരിശുദ്ധൻ, പറ, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. വീണ്ടും പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. 3 പ്രാവശ്യം പറ, പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. തൊട്ടടുത്ത്, നമ്മൾ ഭൂമിയില്ലെങ്കിലോ തൊട്ടടുത്ത് നിന്ന് തകർക്കുന്നേ. കർത്താവിനെ ചെവി കേട്ടൂടെ? ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായി, അടുക്കുംതോറും കൂടുതൽ ആർത്ത് വിളിക്കും. ഏറ്റവും അകലെയാണെങ്കിൽ നീ ശവമടക്കിൽ പങ്കെടുക്കുന്നത് പോലെ ഇരിക്കും. നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകൾ എഴുന്നേറ്റ് ആർത്ത് വിളിക്കും. Let everything that has breath praise the Lord. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. Let everything that has no breath do not praise the Lord. ജീവനില്ലാത്തത് കർത്താവിനെ സ്തുതിക്കണ്ട. ജീവനുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? Hallelujah. So what happens is, many of us are from a cathedral background and it is very difficult for us to shout to the Lord or to make a joyful noise in the house of the Lord. നമ്മൾ പലരും ആ കാത്തീഡ്രൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ദൈവാലയത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ ആർത്തു സ്തുതിക്കുവാനോ അത്യുച്ചത്തിൽ ആരാധിക്കുവാനോ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. This is why if somebody is shouting and screaming hallelujah, oh, what happened to this guy? It's normal. അതുകൊണ്ടാണ് ചില ആളുകൾ ഒച്ചപ്പാടൊക്കെ എടുത്ത് ആരാധിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് പറ്റി, വട്ടായോ? അവനാണ് നോർമൽ. Many people have a tendency to go to the manifestation of the Holy Spirit and they fail to understand him as a person.
പല ആളുകളും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടലിന് പുറകെ പോവുകയും പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. Because in the Bible, the Holy Spirit is mentioned using some imageries. പരിശുദ്ധാത്മാവ് ബൈബിളിൽ പല രൂപസാദൃശ്യത്തിലൂടെ പ്രതീകാത്മകമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. I'm going to give you 7 of them. അതിൽ 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. You can write down, you can say it, and you can understand it. Number 1, dove. ഒന്നാമത്തേത് പ്രാവ്. എല്ലാവരും പറഞ്ഞേ പ്രാവ്. പ്രാവ്. Matthew 3:16. മത്തായി സുവിശേഷം 3:16. But remember, the Holy Spirit is not a dove. പക്ഷെ ഓർക്കുക, പരിശുദ്ധാത്മാവ് ഒരു പ്രാവല്ല. അടുത്ത ആളോട് പറഞ്ഞേ പരിശുദ്ധാത്മാവ് പ്രാവല്ല. പരിശുദ്ധാത്മാവ് പ്രാവല്ല. But sometimes he manifests in the form of a dove. എന്നാൽ ചിലപ്പോഴൊക്കെ പ്രാവിന്റെ രൂപത്തിൽ അവൻ വെളിപ്പെടാറുണ്ട്. Meaning he has a dove nature. അതിന്റെ അർത്ഥം ഒരു പ്രാവിന്റെ പ്രകൃതം അവനുണ്ട്. Nature. സ്വഭാവ ഗുണങ്ങളുണ്ട്. Hallelujah. But remember, he is not a dove. പക്ഷെ ഓർക്കുക, മറന്നു പോകരുത്, അവൻ ഒരു പ്രാവല്ല. വീടിന്റെ മുകളിൽ പ്രാവ് ദൈവ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്ന ആരും പറയരുത്. അത് സാക്ഷാൽ പ്രാവാണ്. കർത്താവ് പരിശുദ്ധാത്മാവ് പ്രാവല്ല, അതൊരു പക്ഷിയാണ്. പ്രാവ് ഒരു പക്ഷിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രാവിൻ്റെ ചില ഗുണങ്ങൾ, ചില സ്വഭാവങ്ങളുണ്ട്. നമ്പർ 2, വാട്ടർ. 2, വെള്ളം. John 7:37, 38 and 39. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. But remember, the Holy Spirit is not water. പക്ഷെ ഓർക്കുക, പരിശുദ്ധാത്മാവ് വെള്ളമല്ല. Hello. The Holy Spirit is not H2O. പരിശുദ്ധാത്മാവ് H2O അല്ല. He is not water, but he sometimes manifests, works in the form of water. എന്നാൽ പലപ്പോഴും പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആ സ്വഭാവ രീതിയിൽ വെളിപ്പെടാറുണ്ട്. Hallelujah. ഹല്ലേലൂയ. Number 3, wind. മൂന്നാമത്തെ കാര്യം കാറ്റ്. John 3:8. യോഹന്നാൻ 3:8. Acts 2:2-4. അപ്പോസ്തല പ്രവൃത്തികൾ 2 മുതൽ 4 വരെ. Remember, the Holy Spirit is not wind, but he can work like a wind. പരിശുദ്ധാത്മാവ് ഒരു കാറ്റല്ല, പക്ഷെ കാറ്റ് പോലെ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Wind has many categories. കാറ്റ് പല തരത്തിലുള്ളതുണ്ട്. Mainly 2. Number 1, breeze. ഒന്ന് മന്ദമാരുതൻ, ഇളം കാറ്റ്. Number 2, strong wind, mighty wind. രണ്ടാമത്തേത് ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ്. In John chapter 20, when Jesus blew upon them, breathed upon them, that was like a breeze. യോഹന്നാന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ മേൽ യേശു ഊതുന്നത് നമ്മൾ കാണുന്നു. അത് ഒരു മന്ദമാരുതൻ പോലെ ഇളം കാറ്റായി അത് ചെന്നു. But in Acts chapter 2, the Holy Spirit is not coming as a breeze, he is coming as a mighty wind that filled the whole room. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഒരു ഇളം കാറ്റായിട്ടോ മന്ദമാരുതനായല്ല താൻ വീശുന്നത്, ഒരു കൊടിയ കാറ്റായി, കൊടുങ്കാറ്റായി ആ ഇരുന്നിരുന്ന മാളിക മുഴുവൻ നിറച്ചു. Meaning the Holy Spirit can move in different ways. അതിന്റെ അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവിന് പല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. But remember, the Holy Spirit is not at all wind. പക്ഷെ ഓർക്കുക, പരിശുദ്ധാത്മാവ് എന്നത് കാറ്റല്ല. He is God himself and he is a person. അവൻ ഒരു വ്യക്തിയാണ്, അവൻ ദൈവം തന്നെയാണ്. Number 4, oil. നാലാമത്തെ കാര്യം എണ്ണ. Matthew 25:1-13. മത്തായി സുവിശേഷം 25:1 മുതൽ 13 വരെ. There we read about 10 virgins, 5 fool virgins and 5 wise virgins. അവിടെ 10 കന്യകമാരെ കുറിച്ച് വായിക്കുന്നു. 5 ബുദ്ധിയുള്ള കന്യകമാരും 5 ബുദ്ധിയില്ലാത്ത കന്യകമാരും. Wise virgins stored up oil in separate vessels. ബുദ്ധിയുള്ള കന്യകമാർ പ്രത്യേകമായ പാത്രങ്ങളിൽ എണ്ണ കരുതിയിരുന്നു. Oil that represents the Holy Spirit. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. We have to store up the Holy Spirit inside of us. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ നാം സംഭരിക്കണം. Hallelujah. ഹല്ലേലൂയ. Man's spirit is the lamp of God. മനുഷ്യന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ദീപം. Hallelujah. ഹല്ലേലൂയ. So in this
lamp we have to collect, we have to store up enough oil. ആ ദീപത്തിനകത്ത്, ആ വിളക്കിനകത്ത് ആവശ്യത്തിന് എണ്ണ നാം കരുതേണ്ടതുണ്ട്. Say amen. ഒരു ആമേൻ പറയാമോ? Otherwise you will be a foolish virgin. അല്ലെങ്കിൽ നിങ്ങൾ ആ വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്ത കന്യകയെ പോലെയാകും. Hallelujah. ഹല്ലേലൂയ. Now, but remember, oil is not Holy Spirit. പക്ഷെ ഓർക്കുക, എണ്ണ പരിശുദ്ധാത്മാവല്ല. Oil represents the Holy Spirit. പക്ഷെ എണ്ണ പരിശുദ്ധാത്മാവിനെ പ്രതീകമായി കാണിക്കുന്നു. In the Old Testament, everything had to be anointed by oil. പഴയ നിയമത്തിൽ എല്ലാ കാര്യങ്ങളും ഈ എണ്ണ പൂശിക്കൊണ്ട് അത് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കണം. In the New Testament, we are anointed by the Holy Spirit, not by oil. പുതിയ നിയമത്തിൽ നമ്മൾ എണ്ണ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. Say hallelujah. ഒരു ഹല്ലേലൂയ. Now, number 5, fire. അഞ്ചാമത്തെ കാര്യം അഗ്നി, തീ. Acts 2, verse number 2 to 4. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 2 മുതൽ 4 വരെ. When the Holy Spirit first came in a mighty way on the day of Pentecost, they saw tongues of fire, 120 of them, coming and settling down upon each and every one. പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്ന അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി പതിഞ്ഞു. John the Baptist said, a mightier one is coming after me, and he will baptize you in water and in fire. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്റെ പിന്നാലെ എനിക്കും ശക്തനായവൻ വരുന്നു, അവൻ നിങ്ങളെ വെള്ളത്താലും തീയാലും സ്നാനം കഴിപ്പിക്കും. Hallelujah. Hallelujah. There is something called baptism in fire. അഗ്നിയാലുള്ള സ്നാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. You can receive that. നിങ്ങൾക്കത് പ്രാപിക്കാം. When you receive the fire baptism, everything that is unwanted in your life will be consumed. നിങ്ങൾ ആ തീയുടെ അഭിഷേകം, തീയുടെ സ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവികമല്ലാത്ത നിങ്ങളുള്ള സകല കാര്യങ്ങളും കത്തിച്ചാമ്പലാവും. Not only that, you will become so zealous and so enthusiastic and passionate for the Lord in ministry. മാത്രമല്ല, കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ ഏറ്റവും ഉത്സുകരും ആവേശഭരിതരുമായിരിക്കും. Hallelujah. ഹല്ലേലൂയ. That is baptism in fire. അതാണ് അഗ്നിയാലുള്ള സ്നാനം. The 12 disciples, the 120 of them, they received baptism in fire. 120 പേരും അവർ തീയുടെ സ്നാനമേറ്റവരാണ്. Hallelujah. ഹല്ലേലൂയ. And all of them went out and started preaching the gospel. അവർ എല്ലായിടത്തും ചെന്ന് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. And they made the world upside down. അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചവരായി മാറി. Hallelujah. ഹല്ലേലൂയ. I prophesy over you right now. നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ്. You are going to receive baptism in fire. നിങ്ങൾ തീയാലുള്ള ഒരു സ്നാനം സ്വീകരിക്കാൻ പോവുകയാണ്. These days the Holy Spirit is going to manifest in your life as fire from heaven. സ്വർഗ്ഗത്തിൽ നിന്നുള്ള തീയായി നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ പോവുകയാണ്. And wherever you go, everything will be upset. You will turn the world upside down. നിങ്ങൾ എവിടെ ചെല്ലുന്നുവോ അവിടെയുള്ള കാര്യങ്ങളെ നിങ്ങൾ കീഴ്മേൽ മറിക്കാൻ പോവുകയാണ്. ലോകത്തെ നിങ്ങൾ കീഴ്മേൽ മറിക്കാൻ പോവുകയാണ്. When you talk to some people in that person's life, everything will be upside down in his world. നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതുവരെ അവന്റെ അകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ അവന്റെ ആ ലോകത്തെ തന്നെ നിങ്ങൾ കീഴ്മേൽ മറിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Because you are carrying the fire of the Holy Spirit. കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ട് നടക്കുന്നവരാണ്. Nobody can bind fire. ആർക്കും തീയെ കെട്ടിവെക്കുവാൻ കഴിയുകയില്ല. Nobody can cage fire. ഒരിക്കലും തീയെ കൂട്ടിലകത്ത് അടച്ചിടുവാൻ കഴിയുകയില്ല. Nobody can arrest fire. തീയെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. Nobody can stop fire. തീയെ ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. In the same way, when you receive the baptism in fire, nothing can stop you. You will become firebrand. You will be unstoppable. നിങ്ങൾ തീയുടെ സ്നാനമേൽക്കുമ്പോൾ ആർക്കും നിങ്ങളെ തടയുവാൻ കഴിയുകയില്ല. ആർക്കും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ ഒരു തീയുടെ കുണ്ഡമായി മാറാൻ പോവുകയാണ്. Nobody can put fire in prison. ആർക്കും ഒരിക്കലും തീയെ ജയിലിനകത്ത് അടക്കുവാൻ കഴിയുകയില്ല. No, nothing can bind fire. ആർക്കും തീയെ കെട്ടിയിരിക്കുവാൻ കഴിയുകയില്ല. If somebody is trying to bind fire, the bondages or the rope will be consumed in fire. ആരെങ്കിലും തീയെ കെട്ടിയിടുവാനായി ബന്ധിക്കുവാനായി ശ്രമിച്ചാൽ ആ ബന്ധിക്കുവാൻ കൊണ്ടുവരുന്ന കയറുകൾ അഗ്നിക്കരയാകും.
Our God is consuming fire. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. The Holy Spirit is not fire, but He will manifest as fire. പരിശുദ്ധാത്മാവ് തീയല്ല, പക്ഷേ അവൻ ഒരു അഗ്നി പോലെ, തീ പോലെ വെളിപ്പെടുന്നവനാണ്. He is here right now. അവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. Hallelujah. Hallelujah. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം? ഈ ബ്രദർ പറഞ്ഞത് തനിക്ക് 2009 ഇന്നേക്ക് ഒരു 9.5 വർഷം മുമ്പാണ് തൻ്റെ ജീവിതത്തിൽ ഒരു അസുഖം പിടിപെട്ടു. അദ്ദേഹം പറഞ്ഞത് താൻ ചെയ്യുന്ന ജോലി എന്നുള്ളത് പുല്ല് വെട്ടുന്ന മെഷീൻ്റെയും മരം വെട്ടുന്ന മെഷീൻ്റെയും അതിൻ്റെ ടെക്നീഷ്യനാണ്. അത് ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ്. അപ്പോൾ ആ സമയത്ത് 2009 അദ്ദേഹം പറഞ്ഞ തൻ്റെ വലത്തെ കാലിൻ്റെ ഉള്ളംകാലിനടിയിൽ ഒരു ചൊറിച്ചിൽ പോലെ തുടങ്ങി. അത് പതുക്കെ അദ്ദേഹത്തിൻ്റെ വലത്തെ കാലിലെ തള്ളവിരലും അതിനോട് തൊട്ടടുത്തുള്ള വിരലും, ഇടത്തെ കാലിലെ തള്ളവിരലും അതിന് തൊട്ടടുത്ത വിരലിലും അങ്ങനെ ആ 4 വിരലിലും ഈ ചൊറിച്ചിൽ വരാൻ തുടങ്ങി. പതുക്കെ കാലിൻ്റെ ഈ ഭാഗത്തേക്ക് ചൊറിച്ചിൽ വരാൻ തുടങ്ങി. അപ്പം അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ചൊറിച്ചിൽ അസഹ്യമാകുമ്പോൾ അദ്ദേഹം ഇരുന്ന് ചെയ്യുമ്പോൾ ഡെസ്കിൻ്റെ അടിയിലെ കാൽ വെക്കുന്ന ഒരു കാൽവരിയുണ്ട്, അതിൽ വെച്ചിട്ട് കാലിങ്ങനെ മാന്താൻ തുടങ്ങും. ചൊറിച്ചിൽ സഹിക്ക വയ്യാതെ പിന്നെ ചകിരി എടുത്തിട്ട് മാന്താൻ തുടങ്ങും. അപ്പൊ കാലിന്റെ ഈ വിരലിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചൊറിച്ചിലല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോടെ ഉണ്ടായിരുന്നോ? ചൊറിച്ച് പൊട്ടി വെള്ളം പോലെ വരും. ചൊറിഞ്ഞു പൊട്ടി വെള്ളം വരും. അതെ. അതിനുശേഷം അത് ഉണങ്ങിയിട്ട് വിണ്ട് കയറും. അന്നേരം പിന്നെ ഭയങ്കര വലിച്ചിലും വേദനയാവും. അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് പിന്നെ കുഴപ്പമില്ല. ഇതെന്താണ് രോഗം എന്തെങ്കിലും ഡോക്ടേഴ്സ് കണ്ടായിരുന്നു? ഞാനിവിടെ ആയുർവേദ അലോപ്പതി ഇവിടെ അടുത്തുള്ളൊക്കെ കാണിച്ചു. അവർ മാറ്റാമെന്ന് പറഞ്ഞ മരുന്ന് എന്ന് കഴിച്ചാലും കുറച്ച് ആ മരുന്നുള്ള സമയത്ത് ഒരു പ്രശ്നവുമില്ല. അത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി ത്വക്ക് രോഗവേദത്തിനെ കണ്ടു. പുള്ളി പറഞ്ഞു തൊലി വളരുന്നതെന്ന് പറഞ്ഞ് പുള്ളി ആ ഡോറിനും കുറച്ച് മരുന്ന് തന്നു. അത് ഏത് മരുന്ന് കഴിച്ചാലും കഴിക്കുമ്പോൾ താൽക്കാലിക ശമനമല്ലാതെ സ്ഥിരമായി മാറുന്നില്ലായിരുന്നു. താൽക്കാലികമായ ഒരു ശമനമേ കിട്ടത്തുള്ളൂ. എല്ലാ രീതിയിലുള്ള മരുന്നുകൾ കഴിച്ചു, കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ചൊറിച്ചിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു കോർണർ വശം കാണുമ്പോൾ അവിടെ ഉരക്കും. അത് 24 മണിക്കൂറെന്ന പോലെ അദ്ദേഹം ചെയ്യുവാൻ ചൊറിച്ചിൽ സഹിക്കുക വയ്യാതെ. അദ്ദേഹം പറഞ്ഞത് 2011 ഡിസംബർ മാസം, അതായത് ഒരു 7 വർഷം മുമ്പ് നമ്മുടെ രാജാക്കാട് ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നിരുന്നു. വ്യാപാരി ഭവന്റെ ഒരു മൈതാനത്താണ് നമ്മളന്ന് സ്റ്റേജ് എല്ലാം കെട്ടിട്ട് രാത്രിയിൽ. യെസ്, അന്ന് ഇദ്ദേഹം അവിടെ വന്നിരുന്നു. അന്ന് ഇദ്ദേഹം അവിടെ വന്നിരുന്നു 7 വർഷം മുമ്പ്. അന്ന് അദ്ദേഹം അവിടെ വന്നപ്പോൾ അന്ന് ഡാമിയൻ ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകമായി ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ത്വക്ക് രോഗവുമായിട്ട് വല്ലാതെ വിഷമിക്കുന്ന ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇതിന് നടുവിലുണ്ട്. കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ശരിയാണോ? അത് അങ്ങനെ കേട്ടു. ശരിയാണ് ബ്രദർ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ അത് ആദ്യമായിട്ടാണോ അന്ന് അവിടെ വരുന്നത്? ഞാനൊരു മീറ്റിംഗിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന, ജീവിതത്തിൽ ആദ്യമായിട്ട്. അതെ. അപ്പൊ ആ മീറ്റിംഗ് ഉണ്ടെന്ന് എങ്ങനെയാ അറിഞ്ഞ? TV പ്രോഗ്രാം ടിവിയിൽ കണ്ടു. വൈഫ് രാവിലെ എഴുന്നിട്ട് TV വെക്കും. അപ്പൊ അത് ഞാൻ രാവിലെ കാണും. അത് കണ്ട് അതിന്റെ അടിയിൽ എഴുതി കാണിച്ചു ഇങ്ങനെ ഫെസ്റ്റിവൽ അന്ന് രാത്രിയിൽ അവിടെ വന്നു. നമ്മൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ വിഷയം വിളിച്ചു പറഞ്ഞു. യെസ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് വിളിച്ചു പറയുന്നിടയിൽ ഡാമിയൻ ബ്രദർ പറഞ്ഞു ഈ സമയത്ത് അങ്ങനെയുള്ള വ്യക്തികൾ കൈകൾ 2 മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഡാമിയൻ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ചൂട് പോലൊരു അനുഭവം വന്നു. അതിനുശേഷം ഞാൻ വിറയ്ക്കാൻ തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞത്. ശരിയാണോ? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടായി. ചൂട് വന്നു. പിന്നെ ശരീരം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ നമുക്ക് എന്തോ മാറിപ്പോകുന്ന പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം പിറ്റേ ദിവസം, അപ്പോൾ വരുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ തൻ്റെ കാലിലെ തൊലിപ്പുറമെല്ലാം ഉണങ്ങാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണങ്ങി പൂർണ്ണമായും സൗഖ്യമായി. ഇന്നിപ്പോൾ അദ്ദേഹം 7 വർഷമായി സൗഖ്യമായിട്ട് ഇതുവരെ പിന്നീട് അസുഖം വന്നിട്ടില്ല. ഒരു മരുന്ന് പോലും കഴിക്കേണ്ടി വന്നിട്ടില്ല. ഈ ചകിരിയെടുത്ത് ഉരയ്ക്കേണ്ടി വന്നിട്ടില്ല. എങ്ങും കാലുകൊണ്ട് ഉരയ്ക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായി സൗഖ്യമായി. താൻ ഇന്ന് രാജാക്കാട് ബ്ലെസ്സിംഗ് സെന്ററിലെ ഒരു ശുശ്രൂഷകനും കൂടിയാണ്. എന്നാൽ ഈ സഹോദരൻ ഒന്ന് കൈനീട്ടി അനുഗ്രഹിച്ച് കർത്താവെ തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് ആ രാത്രിയിൽ കൊടുത്ത വിടുതലിനായി നന്ദി. താങ്ക് യു ജീസസ്. തന്നെ ഈ കുടുംബത്തെയും എല്ലാം ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കണമേ. സാക്ഷ്യം കേട്ടവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ,
നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവിധ ഭാരങ്ങളോടെ പ്രയാസങ്ങളോടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കണ്ണുനീരങ്ങ് തുടയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. അവരുടെ പ്രയാസങ്ങളിൽ അങ്ങയുടെ കൈകൾ നീണ്ടുവരുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ആരാലും സഹായമില്ലാതെ ഒറ്റയ്ക്കായതുപോലെ ആയിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴി തുറക്കുകയാണ്. പത്രോസ് ആ കടലിൻ്റെ മീതെ നടന്ന് യേശുവിൻ്റെ അരികിലേക്ക് പോയതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു സമയമായി ഈ സമയത്തെ മാറ്റുക. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവ്, ഈ സമയത്ത് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് ഇവർ എഴുന്നേറ്റ് കർത്താവിൻ്റെ അരികിലേക്ക് നടക്കുവാൻ ദൈവത്തിൻ്റെ കൃപ അങ്ങ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണ് തുറക്കാൻ പോലും പ്രയാസപ്പെടുന്ന വിധത്തിൽ കണ്ണിന് പ്രശ്നമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് കുറച്ചധികം സമയം ഇരിക്കാൻ പറ്റത്തില്ല. അത്തരത്തിൽ പ്രശ്നമുള്ള ആരൊക്കെയോ കർത്താവ് ഇപ്പോൾ തൊടുകയാണ്, സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കട്ടെ. അത്ഭുതകരമായ വഴികൾ അവർക്ക് വേണ്ടി കർത്താവെ അങ്ങ് തുറന്നു വന്നതിനായി നന്ദി പറയുന്നത്. രമ്യ എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായി പോവുകയാണ്. ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ച് അറിയുവാനായിട്ട് പോവുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി അങ്ങയുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ? യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്ത് പ്രത്യേകമായിട്ട് മിറക്കിൾ സർവീസ് എന്ന പേരിലുള്ള പ്രത്യേകമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് മറ്റു പല ബ്ലെസ്സിംഗ് സെൻ്ററുകളിലും അത് നടക്കുന്നുണ്ട്. ദയവായി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. നാളെ വ്യാഴാഴ്ചയാണ്. നാളെ രാവിലെ മീറ്റിംഗ് ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ആ മീറ്റിങ്ങിൽ കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ അഡ്രസ്സും മറ്റു വിവരങ്ങളൊക്കെ നിങ്ങളിവിടെ സ്ക്രീനിൽ വന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് എഴുതിയെടുക്കണം. ഈ ആഴ്ചയിൽ നിങ്ങൾ കടന്നു വരണം. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷണിക്കുന്നു. രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കുന്ന ഈ മീറ്റിംഗിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കും എന്ന വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ എടുത്തു വെച്ചുകൊണ്ട് വരിക. പ്രാർത്ഥിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. സിസ്റ്റർ ഷെമ ഡാമിയൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കുന്നു. ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. യേശു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുക. ഏപ്രിൽ 7 രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, കോട്ടക്കയം, തിരുവനന്തപുരം. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾക്കുമായി ഒരുക്കുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ പ്രയർ ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ചുകളിലും ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും നയിക്കുന്ന ഈ ആരാധന യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിളിക്കൂ 0484 422 101. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ കട്ടപ്പനയിൽ ഏപ്രിൽ 5 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവിൻ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ടൗൺ ഹാൾ കട്ടപ്പന. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ പുനലൂരിൽ ഏപ്രിൽ 6 ശനിയാഴ്ച ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കും കടന്നുവരാം.
ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ പുനലൂർ, രാജാരോഹിണി ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്. ഏപ്രിൽ 6 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ.